നമസ്കാരം. റിയൽ സ്പിരിച്വൽ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ഗുരു സായിപ്രിയ സ്വാമിജിയാണ്. അപ്പം പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനേകം സാധകരുടെ ഒരു ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. നമസ്തേ സ്വാമിജി, ഇന്ന് സ്പിരിച്വാലിറ്റിയെ പറ്റി ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പം സ്വാമിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സ്വാമിയുടെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് യഥാർത്ഥ ഒരു സ്പിരിച്വൽ ജേണി, അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വാലിറ്റി? അതിനെപ്പറ്റി സ്വാമിജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ശരിയായ ആത്മീയത, അതായത് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ കർമ്മങ്ങളും ഈശ്വരനെ മുൻനിർത്തി ചെയ്യുമ്പോഴാണ്. അതായത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം, സന്തോഷമുണ്ടാകണം എന്ന് ഒരാൾ വിചാരിച്ച്, സകലരും വിചാരിച്ച് ചെയ്യുന്ന കർമ്മമാണ് ആത്മീയത. ഈശ്വരീയമായ ഗുണങ്ങളായ സത്യം, ധർമ്മം, ദയ, ശാന്തി, പ്രേമം, ത്യാഗം തുടങ്ങിയവ ഒരുവൻ്റെ സമൂഹത്തിൻ്റെ കർമ്മങ്ങളിൽ വരുമ്പോൾ സകലർക്കും സന്തോഷവും ശാന്തിയും സമാധാനവും എല്ലാം ലഭിക്കും. അങ്ങനെയുള്ളൊരു സമൂഹം ആണ് ആത്മീയ സമൂഹം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം അങ്ങനെയുള്ള സമൂഹത്തിലാണ് പ്രാവർത്തികമാകുന്നത്. അതുകൊണ്ട് സകലരും തൻ്റെ തന്നെ ഭാഗമാണ്. ആത്മബുദ്ധ്യ നാം എല്ലാം ഒന്നാണ്, ജീവബുദ്ധ്യ നാം ഈശ്വരൻ്റെ അംശമാണ്, ദേഹബുദ്ധ്യ നാം കർമ്മങ്ങളിൽ വ്യത്യസ്തനായിരിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി സകലരെയും സ്നേഹിച്ച്, സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശ്വരാരാധന ചെയ്ത് കഴിഞ്ഞുകൂടുമ്പോൾ എല്ലാവരും ആത്മീയതയിലെത്തും. ഓം ശാന്തി. ഒരു സാധാരണ വ്യക്തി അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് പാലിക്കേണ്ടത്? അതിനെപ്പറ്റി സ്വാമിജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു സാധാരണ വ്യക്തി ആത്മീയ ജീവിതം നയിക്കേണ്ടത് അതിരാവിലെ എണീക്കുക, ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം പ്രാർത്ഥിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക, വൈകുന്നേരവും അല്പനേരം പ്രാർത്ഥിക്കുക, സത്സംഗം ചെയ്യുക, തൻ്റെ വരുമാനത്തിൽ നിന്നൊരംശം ധർമ്മത്തിനു വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും വണങ്ങി അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, മാസത്തിലോ 3 മാസം ഇരിക്കുമ്പോഴോ വർഷത്തിലോ മഹാക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്തുക. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അയാൾ ആത്മീയതയിലാണ്. അതോടൊപ്പം തന്നെ താൻ നിത്യവൃത്തിക്കായി ചെയ്യുന്ന തൻ്റെ ജോലി, തൻ്റെ കർമ്മം മറ്റുള്ള മനുഷ്യർക്ക് കൂടി വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ഓർമ്മയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുക. മനസാ വാചാ കർമ്മണ, കഴിവതും ആരെയും ദ്രോഹിക്കാതിരിക്കുക. അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചാൽ അവൻ ആത്മീയതയിലാണ്.